So okay, we have the architecture of 80386. So after 8085 we had 8086, then 80286, now we have 80386. 80386 രണ്ട് മോഡൽ ഉണ്ട്, SX ഉം DX. 80386 SX is 16-bit processor, while 80386 DX is 32-bit processor. It means that the width of the database is 32-bit, the registers are 32-bit, and the processing is 32-bit. So 80386 DX is a 32-bit processor. So the basic features of 80386 are, it's also known as i386. It has physical memory size of 4 GB, physical memory size of 4 GB, and it can address virtual memory of 64 TB. Okay. It has 3 operating modes, namely real mode, virtual mode, and protected mode. 3 modes. The real mode is same as of 8086 mode. It works as a fast 8086. Then the protected mode is, it allows compatibility with 80286. And virtual mode is to run programs in protected environment. അതായത് വേറെ പ്രോഗ്രാമുകൾ നമ്മുടെ ഈ പ്രൊട്ടക്റ്റഡ് മോഡിൽ, അതായത് വിർച്വൽ മോഡ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിനുള്ള അല്ലെങ്കിൽ വിർച്വൽ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്ന മോഡാണ് പ്രൊട്ടക്റ്റഡ് വിർച്വൽ മോഡ്. സോ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആസ് ബസ് ഇന്റർഫേസ് യൂണിറ്റ്, എക്സിക്യൂഷൻ യൂണിറ്റ്, segmentation unit, paging unit, then instruction decoding unit, and code prefetch unit. ഇതെല്ലാം പേര് കേട്ട് നമുക്ക് അറിയാവുന്നതാണ്. കോഡ് പ്രീഫെച്ചിങ് മീൻസ് പ്രീഫെച്ചിങ് ദ കോഡ് ടു എ പ്രീഫെച്ച് ക്യൂ. സെഗ്മെന്റ് യൂണിറ്റ് മീൻസ് സെഗ്മെന്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് സെഗ്മെന്റ് യൂണിറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ സെഗ്മെന്റേഷന്റെ അഡ്രസ് ക്രിയേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് സെഗ്മെന്റ് യൂണിറ്റ്. ദ മെമ്മറി കപ്പാസിറ്റി is, the full memory capacity is divided into different segments. അപ്പോൾ അങ്ങനെയുള്ള സെഗ്മെന്റ്സിനകത്തുള്ള 4 GB സെഗ്മെന്റ്സ് ആണ് സപ്പോർട്ട് ചെയ്യുക. 4 GB സൈസുള്ള സെഗ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ പേജിങ് യൂണിറ്റ് എന്നുള്ളത് മെമ്മറി പേജിങ്ങിനെ സഹായിക്കുന്നു. മെമ്മറി പേജിങ് എന്നുള്ളത് ഈച്ച് സെഗ്മെന്റ് ഈസ് ഡിവൈഡ് ടു ഡിഫറെൻറ്റ് പേജസ്. അപ്പോൾ സെക്കൻഡറി മെമ്മറിക്കകത്ത് നിന്ന് ഇപ്പോൾ ഒരു ഫുൾ പ്രോഗ്രാം 4 GB ഉള്ള സെഗ്മെന്റിനകത്തേക്ക് അറ്റ് എ ടൈം ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പകരം ദ സെഗ്മെന്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 4 KB പേജസ്, 4 കിലോബൈറ്റുള്ള പേജാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പേജ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ പേജിങ് ക്യാൻ ബി ഡൺ ഫോർ ലോഡിങ്. അപ്പോൾ പേജ് ബൈ പേജ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം മൊത്തമായിട്ടും ആദ്യം സെഗ്മെന്റിനകത്ത് ലോഡ് ചെയ്യണം എന്നില്ല. പകരം എന്താണ്, 4 KB പേജിങ് എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ 64 TB വെർച്വൽ മെമ്മറിക്കകത്ത് നിന്ന് 4 KB ഉള്ള പേജുകൾ സെഗ്മെന്റിനകത്തേക്ക് ലോഡ് ചെയ്യുന്നു. സെഗ്മെന്റ് സൈസ് ഈസ് 4 GB. അപ്പോൾ ആദ്യത്തെ 4 GB എടുത്ത് ലോഡ് ചെയ്തു, എക്സിക്യൂഷൻ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്, പേജിങ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദ പേജ് ക്യാൻ ബി റീപ്ലേസ്ഡ്. അപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ബാക്കി അടുത്ത പേജിനകത്താണെങ്കിൽ ദ പേജിങ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ്. അടുത്ത പേജ് ലോഡ് ചെയ്യാം. എക്സിക്യൂഷൻ നടന്ന് താഴേക്ക് എത്തുമ്പോഴേക്കും അടുത്ത പേജ് എന്ത് ചെയ്യാം, ലോഡ് ചെയ്യണം. So for that we need a paging unit. ഈ പേജ് കാൽക്കുലേഷൻ, പേജ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സെഗ്മെന്റ് ടേബിൾ ഉണ്ട്. സെഗ്മെന്റ് സൈസും അതിൻ്റെ
അതിനകത്തുള്ള പേജിൻ്റെ എണ്ണമൊക്കെ സൂക്ഷിക്കാനായിട്ട് സെഗ്മെൻറ്റ് ടേബിൾസ് ഉണ്ട്. അതുപോലെ പേജ് ടേബിൾസും ഉണ്ട്. അപ്പം അങ്ങനെ ഇതുപോലുള്ള പേജിങ് യൂണിറ്റ് ഉണ്ട്, സെഗ്മെൻറ്റ് യൂണിറ്റ് ഉണ്ട്. എക്സിക്യൂഷൻ യൂണിറ്റ് നമുക്കറിയാം. ഫോർ എക്സിക്യൂഷൻ, ബസ് ഇൻ്റർഫേസ് ഈസ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ദ വിർച്വൽ അഡ്രസ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ് ഈസ് ഫോർ ഡീകോഡിംഗ് ദ ഇൻസ്ട്രക്ഷൻ. ദെൻ റിഗാർഡിംഗ് രജിസ്റ്റേഴ്സ് നമുക്കറിയാം പ്രോസസറിനകത്തുള്ള സ്റ്റോറേജ് ആണ്. സോ 386 ഹാസ് 4 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. 32 ബിറ്റ് സൈസുള്ള 4 രജിസ്റ്റേഴ്സ് ഉണ്ട്. സാധാരണ AX BX എന്ന് പറയാറ്, അതിന് പകരം 32 ബിറ്റ് ആയതുകൊണ്ട് വിൽ ബി കോളിംഗ് ആസ് EAX, എക്സ്റ്റെൻഡഡ് AX എന്നാണ്. സോ EAX, EBX, ECX ആൻഡ് EDX ആർ ദി രജിസ്റ്റേഴ്സ്. അതുപോലെ പോയിന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, SIDI പോലെ പോയിന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ ദ റിമൈനിങ് അല്ലെങ്കിൽ എന്താണ് 8086ൻ്റെ സെയിം ലോജിക്ക് പോലെ എന്താണ് ഓഫ്സെറ്റ് ക്രിയേഷൻ എല്ലാം ഇതിനകത്തുണ്ട്. അതായത് ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സായി മാറ്റാൻ വേണ്ടിയിട്ട് വി ഹാവ് ബേസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. As I told you earlier, we have 2 versions. 80386 DX ആണെങ്കിൽ 4 GB മെമ്മറി, 64 TB വിർച്വൽ മെമ്മറി, 132 പിൻ പാക്കേജ് ആണ്, 32 ബിറ്റ് ഡാറ്റാബേസ് ആണ്. സോ ദി പ്രോസസർ ഈസ് 32 ബിറ്റ്. SX ആണെങ്കിൽ 100 പിൻ പാക്കേജ് ആണ്, മെമ്മറി കപ്പാസിറ്റി കുറവാണ്, 16 ബിറ്റ് ഡാറ്റാബേസ് ആണ്. അടുത്ത് കമ്പാരിസൺ ഓഫ് 8086 ആൻഡ് 80386 എന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് പിൻസ് നോക്കുക. വി ആർ ടോക്കിംഗ് അബൌട്ട് ദി 80386 DX. സോ നമ്പർ ഓഫ് പിൻസ് ഇസ് 40. 80386 ആണെങ്കിൽ 386 ആണെങ്കിൽ 132 പിൻ. പിൻ നേച്ചർ ഇത് DIP ആണ്, ഇത് PG ആണ്, പിൻ ഗ്രിഡ് അറേ ആണ്. ക്ലോക്ക് റേറ്റ് നോക്കുക, ക്ലോക്ക് ഫ്രീക്വൻസി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് മോഡ് 3 മോഡിൽ വർക്ക് ചെയ്യുന്നു 80386 ആണെങ്കിൽ. ദെൻ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എല്ലാം കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ 4 GB വരെയാണ് മെമ്മറി കപ്പാസിറ്റി ഉള്ളത്. സോ 80386 is a newer version of the 80286. So this is the block diagram of the 80386. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുക, എക്സ്ട്രാ ഒരു ബ്ലോക്ക് കാണുന്നത് ബാരൽ ഷിഫ്റ്റർ, ആഡർ, മൾട്ടിപ്ലൈ, ഡിവൈഡ്, അങ്ങനെ കുറച്ച് പുതിയ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, ആ ബ്ലോക്ക് എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ മൾട്ടിപ്ലിക്കേഷനകത്ത് ഷിഫ്റ്റിംഗ് ആൻഡ് ആഡിങ് എന്ന മൾട്ടിപ്ലിക്കേഷൻ മെത്തഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. സോ ബാരൽ ഷിഫ്റ്റ് എന്നുള്ളത് നമുക്ക് സാധാരണ 80386 ആണെങ്കിൽ മൾ BX എന്നൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1 ഓപ്പറൻഡ് ഈസ് ഓഫ് AX ആൻഡ് അതർ ഈസ് BX. അപ്പോൾ അതുപോലെ എന്താണ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ്റെ കൂടെ ആഡിങ്, ഷിഫ്റ്റ് ആൻഡ് ആഡ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഷിഫ്റ്റിംഗ് ആൻഡ് ആഡിങ് എന്നൊരു ബ്ലോക്ക് ഉള്ളത്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ കുറച്ച് ബ്ലോക്കുകളുണ്ട്. അഡ്രസ് ഡ്രൈവർ, പൈപ്പ്ലൈൻ കൺട്രോൾ, മൾട്ടിപ്ലെക്സർ, പ്രീഫെച്ചർ, 16 ബൈറ്റ് കോഡ് ക്യൂ. 80286 ആണെങ്കിൽ വി ഹാവ് 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ ഓൺലി. ഇവിടെ നിന്നുണ്ട് 16 ബൈറ്റ് കോഡ് ഉണ്ട്. അത് 3 ഡീകോഡഡ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. അപ്പം അങ്ങനെ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് 386 എന്ന് പറയുമ്പോഴേക്കും ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള കപ്പാസിറ്റി ഉള്ള പ്രോസസ്സറാണ് 386 ഉള്ളത്. ഈവൻ ദോ വിൻഡോസ് വാസ് ഇൻസ്റ്റാൾഡ് ഫസ്റ്റ് ഇൻ 80486, 386 എന്നുള്ളതും എന്താണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പോലെ വിർച്വൽ മെമ്മറി സപ്പോർട്ട്, അതുപോലെ പ്രൊട്ടക്ട് മോഡ് ഓപ്പറേഷനുള്ള എല്ലാം ഉള്ള ഒരു പ്രോസസ്സറാണ് 386 എന്നുള്ള പ്രോസസ്സർ. നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഇസ് 11 അഡ്രസ്സിംഗ് മോഡ്സ്. 11 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. അഡ്രസ്സിംഗ് മോഡ് എന്താണ്? ദ വേ ഇൻ വിച്ച് ദ ഓപ്പറൻസ് ആർ സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ മൂവ് AX, #1234 ആണെങ്കിൽ
we are loading the value directly to AX. അപ്പോൾ എന്താണ്, the addressing mode is immediate. We are loading the value directly to the register. അത് addressing mode is immediate. അതുപോലെ move AX, BX ആണെങ്കിൽ we are moving the value of BX to AX. Moving means copying ആണ്. We are copying value from BX to AX. So we are specifying two registers. അപ്പോൾ അതുകൊണ്ട് എന്താണ്, addressing mode is register. മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട അഡ്രസ്സിംഗ് മോഡ് ഉണ്ടെങ്കിൽ മെമ്മറി ഡയറക്റ്റ് ഉണ്ട്, മെമ്മറി ഇൻഡയറക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് അഡ്രസ്സിംഗ് മോഡ് കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. സ്കെയിൽഡ് ഇൻഡെക്സ്ഡ് മോഡ്. The contents of an index register are multiplied by a scale factor that may be added further to get the operand offset. അപ്പോൾ അങ്ങനെ ഒരു സ്കെയിൽഡ് ഇൻഡെക്സ്ഡ് മോഡ് ഉണ്ട്. പിന്നെ ബേസ്ഡ് സ്കെയിൽ ഉണ്ട്. അപ്പം അങ്ങനെ ഓപ്പറൻസ് പല ടൈപ്പിൽ പറയാൻ പറ്റുന്നു. അതെല്ലാം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കെയിൽഡ് ഇൻഡെക്സ്ഡ് മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസും 80386 അതുപോലെ 80286 ആണെങ്കിൽ ആഫ്റ്റർ ബൂട്ടിംഗ് ഇൻ റിയൽ മോഡ് ആൻഡ് ബൈ സെറ്റിംഗ് ദ ബിറ്റ് ഓഫ് എ എന്താണ് മെഷീൻ കൺട്രോൾ വേർഡ്, setting the rightmost bit of the machine control word, we can move on to virtual mode. പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല, അതായത് വിത്തൗട്ട് റീസെറ്റിംഗ് വി കനോട്ട് കം ബാക്ക്. പക്ഷേ ഇതിൻ്റെ കേസ് 803, in the case of 80386 we can easily switch back between real mode and protection mode by changing the bit and by reloading the machine status word to the register.